നമസ്തേ. ഞാൻ ഡോക്ടർ നിർമ്മല നായർ, റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ, ISM. ഇന്ന് പറയാൻ പോകുന്നത് ഗർഭിണികളെക്കുറിച്ചാണ്. ഇന്ന് സാധാരണ ഒരു സ്ത്രീ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഗർഭിണികളാവുന്നില്ല. 2 കുട്ടികളുടെ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 രാജ്യതാൽപര്യം മാനിച്ചാണ്, ജനസംഖ്യ വർദ്ധിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് 1-2 കുട്ടികൾ മതി എന്ന് വയ്ക്കുന്നത്. മാത്രമല്ല, അണുകുടുംബങ്ങളിൽ കുട്ടികളെ ശ്രദ്ധിക്കാനും ആളില്ലാതെ വിഷമമാണ്. ജനിച്ച വീടിൻ്റെ അടുത്ത പരിസരത്താവില്ല ജോലി കിട്ടുക. ഇന്ന് 90% സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് വിവാഹവും ഗർഭധാരണവും പ്രസവവും എല്ലാം നടക്കേണ്ടത്. അപ്പോൾ അമ്മമാർ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ തന്നെയാവും. എന്നാലും ഈ വിഷയത്തിൽ അത്ര അറിവുണ്ടാവുകയില്ല. അണുകുടുംബമാവുമ്പോൾ അമ്മൂമ്മ എന്നിവരൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഭർത്തൃ സാന്നിധ്യം മാത്രമാണ് ഉണ്ടാവുക. അദ്ദേഹത്തിനാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ അറിവും കുറവ്. അപ്പോൾ ഈ ആദ്യ ഗർഭിണികൾ വലിയ ആശങ്കകളാണ്. അവരുടെ ഭർത്താവും എങ്ങനെ കിടക്കണം, എന്ത് ആഹാരം കഴിക്കണം, എത്രത്തോളം കഴിക്കണം, എത്ര വെള്ളം കുടിക്കാം, ഇങ്ങനെ പലവിധ ആശങ്കകൾ ഇവരെ അകറ്റും. നിവൃത്തിയുണ്ടെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്ത് ഈ ഗർഭിണിയെ കൊണ്ടുവന്നാക്കുക. അല്ലെങ്കിൽ അമ്മയെ ഇവരുടെ അടുത്ത്, ഗർഭിണിയുടെ അടുത്ത് എത്തിക്കുക. എന്നാൽ പകുതി സമാധാനമായി. എന്ന് വെച്ചാൽ ഒരമ്മയ്ക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ് മകൾ ഗർഭിണിയാകുന്ന അവസരം. അതുപോലെ തന്നെ മകൾക്കും അമ്മയുടെ അടുത്ത് ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന അവസ്ഥയാണ് അവൾ ഗർഭം ധരിക്കുമ്പോൾ. അമ്മയും മകളും ഒരേ മാനസികാവസ്ഥയിൽ അത്രയും ഉള്ളോട് അടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുവരെ പ്രായമായി കൗമാരമൊക്കെ പിന്നിട്ടാൽ പിന്നെ അമ്മമാരോടുള്ള എതിർപ്പും തെറ്റും ഈ വകയൊക്കെ ആയിട്ടാണ് ആ ജീവിതം അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അമ്മമാരുടെ മനസ്സോട് ഒട്ടി നിൽക്കുന്ന സന്ദർഭമാണ് ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അവർക്ക് കുറച്ച് പരിചയമുണ്ടാകുമല്ലോ. അപ്പോൾ അവരുടെ ആ സ്നേഹലാളനകൾ ഏറ്റ് ആ ഗർഭിണിയും വളരട്ടെ. അപ്പോഴാണ് 2 കൂട്ടർക്കും ഒരു മനസ്സമാധാനം ഉണ്ടാകുക. ഗർഭിണിയെ ഏറെ നന്നായിട്ട് പരിചരിക്കണം. അവർക്ക് പഴയ ആൾക്കാർ പറയുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം ആ ഗർഭാവസ്ഥ പൂർത്തിയാക്കുക. ഭക്ഷണം ലഘുവായിരിക്കണം. കാരണം ദഹനശക്തി അല്പം കുറഞ്ഞിരിക്കും. എന്നാലോ പലവിധ ആഹാരങ്ങൾക്കും മോഹമുണ്ടാകും. ഒരു ഗർഭിണിയിൽ 2 ഹൃദയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ഗർഭാവസ്ഥയിൽ പല ആഹാരങ്ങളും കഴിക്കാൻ തോന്നുന്നത്. ഗർഭിണിയുടെ ഒരു ആഗ്രഹവും തടയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തടഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യതയാണ് എന്ന് പറയുന്നു. അപ്പോൾ പണ്ടുള്ളവരത് പ്രത്യേകിച്ച് എന്തൊക്കെ ആഗ്രഹങ്ങളുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരിക്കും. പലവിധ ആഹാരങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അധികം കഴിക്കാൻ വയ്യെങ്കിലും ആദ്യാവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഛർദി വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കുക. ഭക്ഷണം ചെറിയ അളവിൽ പലവട്ടമായിട്ട് കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ പോഷകക്കുറവുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് വളർച്ചയും ശരിക്കാവില്ല. നെയ്യ്, പാല്, വെണ്ണ ഈ വക കൊണ്ടൊക്കെ ഗർഭിണിയെ പരിചരിക്കണം എന്നാണ് പറയുന്നത്. കുറുന്തോട്ടി ചേർത്ത് പാൽക്കഷായമാക്കി ദിവസേന കഴിക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്കും പോഷകത്തിനും വാതവികാരങ്ങൾ അടങ്ങാനും നല്ലതാണ്. ജീരകമിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ മലശോധന ഇല്ലാതാവും. കോൺസ്റ്റിപ്പേഷൻ ഈ ഗർഭത്തിൻ്റെ ആദ്യ അവസ്ഥയിൽ എല്ലാവർക്കും വരുന്നതാണ്. അത് ശരിയായിട്ട് പരിചരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ പൈൽസിൻ്റെ അസുഖം തുടങ്ങും.
അപ്പോൾ ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. അങ്ങനെ വേണം ആ കോൺസ്റ്റിപ്പേഷനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകമായിട്ട് പറയുക, വിജനമായ സ്ഥലത്തൊന്നും പോകരുത്, ഒരുപാട് കുനിഞ്ഞ് കുന്തിച്ച് ഇരിക്കരുത്, അതുപോലെ മലർന്ന് കിടക്കരുത്, വലിയ പോടുള്ള കിണറ്റിലും ഇതിലൊന്നും എത്തി നോക്കരുത്, അധികം വഴി നടക്കരുത്. വെള്ള വസ്ത്രങ്ങളാണ് ഗർഭിണിക്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തനി വെള്ളയൊന്നും ആയിട്ടില്ലെങ്കിലും ചുവപ്പ് വസ്ത്രം വളരെ നിഷിദ്ധമാണ്. കാരണം അതിനൊരു രാജസ സ്വഭാവമുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞ് നല്ല സാത്വികനായി വളരണം, സാത്വിക സ്വഭാവം ഉണ്ടായിട്ട് വളരണം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അതാണല്ലോ നമ്മളുടെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് ചിട്ടകളും ഭക്ഷണവും വസ്ത്രധാരണവും എല്ലാം വേണം. ചെരിഞ്ഞ് കിടന്നിട്ടാണ് ഉറങ്ങുക. മലർന്ന് കിടന്ന് ഉറങ്ങിയാൽ ഈ പൂക്കൾ കൊടി കഴുത്തിൽ ചുറ്റിയിട്ട് പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ നിമ്മേനെ ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ സാധാരണ പ്രസവം സാധ്യമാകും. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനുള്ള നെയ്യുണ്ട്, ഒരു 7-ാം മാസം തൊട്ട് കഴിക്കാം. 4 മാസം കഴിയുമ്പോൾ തൈലം തേച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുളിക്കാം. ഗർഭരക്ഷ കഷായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഷായമുണ്ട്. അതിൽ ഗർഭരക്ഷ ഗുളിക അല്ലെങ്കിൽ മഹാത്മാനന്തരം ഗുളിക എന്നാണ് പറയുന്നത്. അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗർഭം ഉറയ്ക്കും. അതിനെന്ന് പറഞ്ഞാൽ യാതൊരു വ്യതിചലനം ഇല്ലാണ്ട് ഗർഭത്തിൻ്റെ വളർച്ച ക്രമാധികമായിട്ട് വളർന്ന് നല്ല കുഞ്ഞിനെ നമ്മൾക്ക് കിട്ടും. ആയുർവേദ ചിട്ടകൾ പ്രത്യേകിച്ചും രോഗാവസ്ഥയ്ക്കല്ല, ആരോഗ്യത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഗർഭചിട്ട സ്വീകരിച്ച ആയുർവേദ രീത്യ ആ ഗർഭകാലം പൂർത്തിയാക്കി പ്രസവിച്ചാൽ നല്ല ഉത്തമത്തിലുള്ള കുഞ്ഞിനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. മറ്റൊന്ന്, പല ഗർഭിണികൾ പ്രസവിച്ച് കഴിയുമ്പോൾ പാലില്ലാണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. ഈ ആയുർവേദ ചിട്ടപ്രകാരം ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് പാലൊക്കെ വേണ്ടത്ര കുടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരിക്കണം ഗർഭിണിയെ. അതിന് നമ്മൾ വശംവദായിട്ട് നിൽക്കും വേണം. ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ പ്രത്യേക ചിട്ടയ്ക്കൊന്നും നിന്നൂന്ന് വരില്ല. പക്ഷേ അതാവശ്യമാണ്. നമ്മളുടെ നല്ല മനസ്ഥിതിയും നല്ല സ്നേഹം ഈ ഗർഭിണിക്ക് കിട്ടിക്കൊണ്ട് ഭർത്താവും പരിചാരകരും വീട്ടിലുള്ളവരും ഒക്കെ സ്നേഹം ഏറ്റവും അധികം ലഭിക്കുന്നതും കൊടുക്കേണ്ടതും ആയ ഒരു സന്ദർഭമാണ് ഗർഭാവസ്ഥ. അങ്ങനെയൊക്കെ വേണം ഒരു ഗർഭിണീനെ പരിചരിക്കാൻ. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൗഖ്യമുള്ളതും നല്ല സ്വഭാവമുള്ളതും നല്ല ആരോഗ്യമുള്ളതുമായ കുഞ്ഞിനെ ലഭിക്കും. അവരുടെ ആരോഗ്യവും വളരെ നന്നാവും. ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് നിർത്തട്ടെ. നാളെ മറ്റൊരു സബ്ജക്റ്റുമായി വരാം. നമസ്തേ.